പ്രതീക്ഷയുടെ കാതൊലികൾ. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സർക്കാർ ആശുപത്രിയിലാണ് കഥ തുടങ്ങുന്നത്. അതിന്റെ പിറകുവശത്തുള്ള ചെറിയ സ്റ്റാഫ് മുറിയിൽ ജൂലിയ എന്ന സ്റ്റാഫ് നേഴ്സ് സ്വന്തം ഡയറിയിൽ കുറിക്കുന്നു. ഇന്ന് 5 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരാളുടെ മാതാവ് കോവിഡ് പോസിറ്റീവ്, മറ്റൊരാൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നം. പക്ഷേ എല്ലാവരും ജീവിക്കുന്നു. ഞാൻ വീണ്ടും ഒരു ദിവസം അധികം ജീവിച്ചിരിക്കുന്നു. ജൂലിയയ്ക്ക് 29 വയസ്സാണ്. 3 വർഷമായി ഈ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. ആശുപത്രിയുടെ പഴയ കെട്ടിടം, അമിതമായി വരുന്ന രോഗികൾ, കുറവ് നഴ്സുമാർ, ഔഷധങ്ങളില്ലായ്മ എല്ലാം അവളെ ബാധിക്കാറുണ്ട്. പക്ഷേ അവൾ ഒരിക്കലും കൈവിടുന്നില്ല. ഒരിക്കൽ രാത്രി ഷിഫ്റ്റിൽ ജൂലിയയെ വിളിച്ചുയർത്തിയത് അടിയന്തര പ്രവേശന വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടർ രാകേഷ് ആണ്. ഒരു അമ്മക്കുട്ടിയും അമ്മയും ഷോക്കിൽ. ആംബുലൻസ് ഇല്ല, ഡോക്ടർമാർ കുറവ്. എന്നാൽ ജൂലിയ ആ അമ്മയുടെ കൈ പിടിച്ചു നിൽക്കുന്നു, വാതിൽ തുറന്ന് ഓടുന്നു, വാഹനം കണ്ടെത്തുന്നു, രക്തം കണ്ടെത്തുന്നു. പിന്നീട് മാതാവും കുഞ്ഞും സുരക്ഷിതരായി. എന്നാൽ ഈ സംഭവമല്ല വാർത്തയായത്. അവരെ രക്ഷിച്ചത് ആശുപത്രി സിസ്റ്റമല്ല, ജൂലിയ പോലുള്ള ജീവനുള്ള മനുഷ്യന്മാരുടെ നിസ്വാർത്ഥയാണ്. ജൂലിയയുടെ സേവനത്തിന് അതേ ദിവസം ആരോഗ്യ വകുപ്പ് അനുമോദനം നൽകി. പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് ആസ്പത്രിയിലെ നിസ്വാർത്ഥ ദേവത എന്ന തലക്കെട്ടോടെയുള്ള ന്യൂസ് പ്രസിദ്ധീകരിച്ചു. ജൂലിയ ഒരു രാത്രി വന്നപ്പോൾ നാട്ടുകാരും കുടുംബവും സന്തോഷിച്ചു. ജൂലിയയുടെ ഡയറിയിലെ അവസാന വരി, ഒരു നഴ്സിന്റെ കരുതൽ നിലവിളികളായി പുറത്തുവരുമ്പോൾ ആരോഗ്യവ്യവസ്ഥയേക്കാൾ വലിയ ഒന്നുണ്ട്, അത് മനുഷ്യഹൃദയമാണ്.